കങ്കുവാ 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 കങ്കുവാ. ആ പടത്തിനകത്ത് പാടി അത്ര ഒറ്റയ്ക്ക് പാടാനായിട്ടുള്ള ത്രാണി എൻ്റെ തൊണ്ടയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാടല്ല. എന്ത് പടം അവിടെ എടുത്തു വെച്ചേക്കണം. ഇങ്ങനെയൊന്നും പടം എടുത്ത് വെക്കാൻ പാടില്ല കേട്ടോ. പ്രത്യേകിച്ചും സൂര്യ എന്ന് പറഞ്ഞ ആ മനുഷ്യനെയൊക്കെ വിളിച്ചിട്ട് അങ്ങേരുടെയൊക്കെ ഒരു കംബാക്കൊക്കെ ആഗ്രഹിച്ചിട്ട്. കാര്യം അങ്ങേരെ ഇപ്പം അവസാനമായിട്ട് തിയേറ്ററിൽ കണ്ടു. അത്രയും എന്ത് ക്യാരക്ടറാന്നൊക്കെ തോന്നിയിട്ടുള്ളത് ആ മറ്റേ നമ്മുടെ റോളക്സ് ആണ്. ഒരു ഇത്തിരി ആ 3 മിനിറ്റ് ആ ഒരു റോളക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു രോമാഞ്ചം, ആ ഒരു ഹൈപ്പൊക്കെ അറിയാം. അപ്പം അത്രത്തോളം ഇതായിട്ടുള്ള ഒരാളെ പിടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഇത്രയും പ്രൊമോഷനും കൊടുത്ത് ഇവിടെ നമ്മുടെ എടപ്പള്ളിയിലെ നമ്മുടെ ലുലുമാളിൽ വരെ വന്നിട്ട് അങ്ങേരെ കൊണ്ട് വന്ന് പ്രൊമോഷൻ നടത്തിച്ചിട്ട് പുള്ളി കിടന്ന് പറയാനിടപ്പത്തേക്കും ഈ പുള്ളീനെ പോലുള്ള ഒരാളൊന്നും ഈ പ്രൊമോഷനകത്ത് വന്നിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. കാര്യം ഇങ്ങനത്തെ ഒരു പടത്തിനെ ഒന്നും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. എന്ത് പടമാണ് എടുത്തു വെച്ചിരിക്കണത്, എന്ത് ദുരന്തം. അതായത് സഹിച്ചിരുന്നത് തന്നെ കുറെ ഇടയ്ക്കൊക്കെ ഇറങ്ങി പോയാലോ എന്ന് വരെ തോന്നിപ്പോയി. അത്രത്തോളം ഈ ഒച്ചപ്പാടും പോലും ചെവിടൊക്കെ വേദന എടുക്കണം. എന്ത് കാര്യം ഈ നമ്മുടെ ഇപ്പം DSP ആണെങ്കിലൊക്കെ പുള്ളിയുടെ മറ്റേ പുഷ്പനാഥ BGM കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് എന്താണ് ഇങ്ങനെ കിടന്ന അലർച്ചയും ബഹളവും അതിനോട് ഈ സൂര്യയുടെ അലർച്ചയും പിന്നെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്തൊക്കെയോ അവർ കിടന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ആളാണ് ദിശ പട്ടാനി. ആ പുള്ളിക്കാരിനെ അത് കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് എന്തിനാണ്. കാര്യം ഈ ലുക്ക് കൊണ്ട് മാത്രം ഇൻഡസ്ട്രീനകത്ത് പിടിച്ചിരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരാളാണ്. കഴിവെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അഭിനയിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ വേറെ വല്ല പണി മോഡലിങ്ങും ചെയ്ത് നടന്നാൽ പോരെ. അത് അറിയണമെങ്കിൽ അത് ചെയ്ത് നടന്നാൽ മതി. ഈ സിനിമേനകത്ത് വന്നിട്ട് എന്തിനാണ് ഈ മോഡലിങ് ചെയ്യണത്? അതേപോലെ ഈ ഇപ്പം ഡാൻസ് കളിക്കാനും അതേപോലെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. ഇത് അതിൻ്റെ കൂടെ തന്നെ ഈ ദിശ പട്ടാനിയുടെ ക്രിഞ്ചും പിന്നെ ഈ പ്രസന്റിനകത്ത് വരുന്ന സൂര്യയുടെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അതിൻ്റെ കൂടെ നടക്കണ കുറേ എണ്ണങ്ങളുണ്ട്. നമ്മുടെ വിജയ് ബാബു മറ്റേ യോഗി ബാബു പിന്നെ മറ്റേ ഒരു തന്നെ ഉണ്ടല്ലോ മറ്റേ ജയിലറിനകത്ത് ചിരിച്ചോണ്ടിരിക്കുന്ന ഒരുത്തന്നെ. അവനൊന്നും ഇങ്ങനെ ഒട്ടും ഇഷ്ടമല്ല. അവനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് ഇതിനകത്ത് വേറെ ക്രിഞ്ച് അവരുടെ വക. ഒരു സാധനം നമ്മുടെ സാധാരണ ഇപ്പം 7ാം അറിവ് പോലത്തെ ഒരു പടമൊക്കെ ആണെങ്കിൽ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ 7ാം അറിവ് എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിട്ടാണ്. ഭൂരിഭാഗം വരെ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ 7ാം അറിവ് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷെ ആ ഒരു പടത്തിനകത്ത് വെച്ച് നോക്കുമ്പോഴും അതിനകത്ത് പാസ്റ്റ് അവർ അത്രയും കിടിലായിട്ടാണ് ചെയ്ത് വെച്ചത്. അത് മാത്രമല്ല പ്രസന്റും എനിക്ക് അതിനകത്ത് കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. പക്ഷെ ഇതിൻ്റെ കാര്യത്തിനകത്തേക്ക് വരുമ്പോൾ പാസ്റ്റും ഒരുമാതിരി പാസ്റ്റും അതേപോലെ ഒരു പ്രസന്റും അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ പിന്നെ അത് ഇത്രയും കൂടെ ഭേദമായിട്ട് എനിക്ക് തോന്നിയേക്കണത് ഇതിനകത്ത് പ്രസന്റാണ് ഇത്രയും കൂടെ ഭേദമായിട്ട് തോന്നിയേക്കണത്. ഈ ദിശ പട്ടാനിയുടെ അവരുടെ ഇവിടെയൊക്കെ ക്രിഞ്ച് ഉണ്ടെങ്കിലും പിന്നെ ക്രിഞ്ച് ഉണ്ട് ഷോ അങ്ങനെ നമുക്ക് ഒന്നിനെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. കാര്യം 2 കണക്കാണ്. ഇപ്പം നമ്മൾ പാസ്റ്റിനകത്തേക്ക് വന്നെയാണെങ്കിൽ സൂര്യയുടെ അലർച്ച പിന്നെ വന്നവരും മോണവരൊക്കെ കിടന്ന് കാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാറി നമ്മുടെ ചെവിട് പൊട്ടാണ്ടിടുന്ന ഭാഗ്യമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എനിക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിക്ക് പ്രതീക്ഷ ഉണ്ടായ ഒരു പടമാണ് ഈ പറഞ്ഞ കങ്കുവ എന്ന് പറഞ്ഞ. കാര്യം സൂര്യ ഇത്ര നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പുള്ളിക്കൊരു ഹിറ്റ് വേണം എന്നും പുള്ളിയുടെ ഒരു പടം ഇങ്ങനെ ഭയങ്കര ഇപ്പം 100 കോടി അങ്ങനെയൊക്കെ കളക്ട് ചെയ്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു നമുക്കൊരു സന്തോഷമാണ്. കാര്യം നമ്മളെ അത്ര ഇഷ്ടപ്പെട്ട ഒരാളാണ് സൂര്യ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ സൂര്യയുടെ ഭയങ്കര വലിയ ഫാൻ അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നാലും സൂര്യനെ പോലുള്ള അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാളുടെ ഒരു ഹിറ്റ് പടം വന്നോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിപ്പം ഭൂരിഭാഗം പേർക്ക് ആഗ്രഹമുണ്ടെന്നാണ് എനിക്ക് തോന്നിയേക്കണം. ഇപ്പം ആരുടെ ഫാനാണെങ്കിലും അങ്ങനെയൊക്കെ തോന്നിയേക്കണം. പക്ഷേ പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു പടത്തിനകത്തൊന്നും അതിപ്പോൾ അവർക്കറിയാൻ പറ്റൂല. പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരും ഭയങ്കര ഹൈപ്പൊക്കെ ഇട്ടായിരിക്കാം അവർ അഭിനയിച്ചത്. ഇപ്പം ഈ അതിൻ്റെ ഡയറക്ടർ തന്നെ വന്നിട്ട് എൻ്റെ ഡയറക്ടർ മുന്നത്തെ പടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്നാത്തെ അതാണ് ഇതാണ്. അപ്പം അങ്ങനത്തെ പടങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേര് പറഞ്ഞേച്ചതെന്ന് പറഞ്ഞാൽ ശിവയാണ് ഡയറക്ടർ. അതുകൊണ്ട് പടം മിക്കവാറും ഉള്ള പടം ഇരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞതെന്ന് ചോദിച്ചാൽ. പക്ഷേ എനിക്ക് അതിൻ്റെ ട്രെയിലറും ആ പോസ്റ്ററും പരിപാടിയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തോ കിടില സാധനമാണ് വരാനുള്ളതെന്ന് വിചാരിച്ച് വീട്ടിൽ കിടന്നേച്ചോ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. എന്നിട്ട് അവൻ്റെ വാലിരിക്കണതും കൂടെ ഞാൻ കേൾക്കേണ്ട ഒരു അവസ്ഥയായി. വിചാരിക്കും ഇവരൊക്കെ പറഞ്ഞത് കറക്റ്റാണ്. കാര്യം നമ്മൾ ഇവരുടെ മുന്നത്തെ പടങ്ങളും കൂടെ നോക്കിയിട്ട് വേണം ഇമാതിരി പടത്തിനൊക്കെ പോയിട്ട് തല വെച്ച് കൊടുക്കാൻ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഞാൻ ഈ ഒരു തെറ്റ് ആവർത്തിക്കില്ല. കാര്യം അത്യാവശ്യം റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇനി ഞാൻ പോവുള്ളൂ. ആദ്യമേ കയറി ചെല്ലണ്ട് എന്താവശ്യമാണ് എനിക്കുണ്ടായത്. അങ്ങനെ ഞാൻ സാധാരണ പടങ്ങൾക്ക് പോകാത്ത ഞാൻ അത്യാവശ്യം റിവ്യൂ ഒക്കെ കേട്ടിട്ടാണ് പോവാറ്. പക്ഷെ ഇതിനെന്തോ ആദ്യമേ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാര്യം ഇങ്ങനെ പോയേക്കണ പടങ്ങൾ ഇപ്പം ആ വാലിബം മാത്രമാണ് എനിക്ക് പണി കിട്ടിയേക്കണത്. ബാക്കിയെല്ലാം ആദ്യമേ പോയേക്കണതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രതീക്ഷനകത്ത് അങ്ങോട്ട് പോയതാണ്. പക്ഷേ
ഈ ആരും പോകരുത്. നിങ്ങൾ കാശ്, നിങ്ങൾക്ക് അത്രയും കാശ് കയ്യിലുണ്ട്, നിങ്ങൾ അത്രയും വലിയ സൂര്യ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം പോയി കാണാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ കാശില്ല, നിങ്ങൾ പറക്കി സിനിമയ്ക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പോകരുതെന്നേ ഞാൻ പറയുള്ളൂ. അതായത് നിങ്ങളുടെ ചെവിടും പോവും. നിങ്ങളുടെ അത്രയും സമയം, എത്ര സമയമാണ്, എത്ര 3 മണിക്കൂറിൻ്റെ അടുത്തെന്താണ് ഇടുന്നത്. പിന്നെ അവസാനമൊക്കെ ഒരു ക്യാമിയോയൊക്കെ ഉണ്ട്, എൻ്റെ പൊന്നോ. പറയാണ്ട് നിങ്ങൾ അനുഭവിച്ചറിയണം ആ ഒരു ക്യാമിയോ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ പട്ടി വരെ കുറച്ച് തുടങ്ങി, അത്രയും അസഹനീയമായിട്ടുള്ള പടമാണ്. അപ്പോൾ ഞാൻ ഈ റിവ്യൂവും കൂടെ ലാഗ് അടിച്ചിട്ട് പോകില്ല. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? എന്താണ് സൂര്യയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു? അതൊക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.